തൊടുക എന്നുള്ളതിന് എബ്രായയിൽ നാഗ എന്നും ഗ്രീക്കിൽ ഹപ്റ്റോ എന്നുമാണ് പറയുന്നത്. നാഗ എന്ന എബ്രായ ധാതു പഴയ നിയമത്തിൽ ഏതാണ്ട് 150 പ്രാവശ്യം കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ ആദ്യ പ്രയോഗം ഉൽപ്പത്തി 3:3 തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചതായി ഹൗവ പാമ്പിനോട് പറഞ്ഞു. യബ്ബോക്ക് കടവിൽ വെച്ച് ഒരു പുരുഷൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു. ഉൽപ്പത്തി 32:25-32. യഹോവ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് സീനായി പർവ്വതം തൊടുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് യഹോവ കൽപ്പിച്ചു. പുറപ്പാട് 19:12-13. അശുദ്ധ വസ്തുക്കളെ തൊടാൻ യഹൂദന് അനുവാദമില്ല. ലേവ്യ പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ലൈംഗിക ബന്ധത്തെ കുറിക്കുവാനും തൊടുക എന്ന ക്രിയ പ്രയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 20:6, സദൃശവാക്യം 6:29. ദൈവിക ശിക്ഷയെ കുറിക്കുന്നതിന് ദൈവത്തിൻ്റെ കൈ തൊട്ടു എന്ന് പറയും. യോബ് 19:21. ദൈവജനത്തെ തൊടുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു. സഖറിയ പ്രവചനം 2:8. യേശു അനേകം രോഗികളെ തൊട്ട് അവർക്ക് സൗഖ്യം നൽകി. മാത്രവുമല്ല, യേശുവിനെ തൊട്ടവർക്കും സൗഖ്യം ലഭിച്ചു. മത്തായി 8:5, 9:21-29, 14:36, 17:7, 20:34, മർക്കോസ് 5:28, 7:33.